മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾ മരിച്ചിരിക്കുന്നു. ഒരാളെ കാണാതായി. മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം ഒമാനിലെ ബർക്കയിൽ വാദിയിൽപ്പെടുകയായിരുന്നു. പാലക്കാട് തൃത്താല സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഷംല യൂസഫ് എന്നിവരാണ് മരിച്ചത്. അലി കൂട്ടായി വിശദാംശങ്ങൾ നൽകും. അലി, ഇന്നലെ കനത്ത മഴ അവിടെ പെയ്തിരുന്നു. സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നത് ഭൂമിയിലേക്ക് പോവുകയില്ല. അപ്പോൾ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഈ വാദിയിൽ പെട്ടുപോയിട്ടാണ് അപകടം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് രക്ഷപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ലേ? ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ ഇന്നലെ വിവിധ നല്ലതുപോലെ മഴ പെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചു വെക്കുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ട് ചെയ്യുന്നു. ബർക്കയിലാണ് ഇന്നലെ രാത്രി 8 മണിയോടെ മലയാളി കുടുംബത്തിന്റെ ദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത്. അവർ സഞ്ചരിച്ച വാഹനം ഈ കുത്തിയൊലിച്ചിരുന്ന വെള്ളത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. വാഹനം ഒലിച്ചു പോവുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവരൊക്കെ വാഹനം അടക്കുന്നവരെ കാണാതാവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ പാലക്കാട് തൃത്താല സ്വദേശികളായ ലുബ്ഷാദിന്റെ ഭാര്യ, അതായത് ലുബ്ഷാദും അതേപോലെ തന്നെ സുഹൃത്ത് യൂസഫും സഞ്ചരിച്ച 2 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ലുബ്ഷാദിന്റെ ഭാര്യ ഷംലയുടെയും അതുപോലെ തന്നെ യൂസഫിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. വൈകുന്നേരം 8:00-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിലും രാത്രിയോടെയാണ് ഇവിടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ലുബ്ഷാദിന്റെ മാതാവ് റംലത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. അപകടം നടന്ന 2 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ഇവർ സഞ്ചരിച്ച വാഹനം പോലും കണ്ടെത്തിയത്. ലുബ്ഷാദും മക്കളും അടക്കം 6 പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ബർക്കയിൽ എടുത്തു പറയുന്ന കാര്യം, ബർക്കയിൽ സൂക്കിലേക്കാണ് വെള്ളം കുത്തിയൊലിച്ചു വന്നത്. അവിടെയായിരുന്നു ഇവരുടെ വാഹനം ഉണ്ടായിരുന്നത്. ഈ സൂക്കിൽപ്പെട്ട ഈ വാഹനം അപകടത്തിൽപ്പെട്ട് ഇത് ഒലിച്ചു പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ സീവിൽ അതേപോലെ തന്നെ സൈക്കിൾ ഷോപ്പ് നടത്തി വരികയാണ് ലുബ്ഷാദ്. മൃതദേഹങ്ങൾ ബർക്ക സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്തു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നലെ മുതൽ മണ്ണിൽ വിവിധ തരത്തിൽ മഴ തുടരുന്നുണ്ട്. വാദിമാവിൽ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ 3 സ്വദേശികൾ മരിച്ചിരുന്നു. പ്രത്യേകം നിർദ്ദേശമുള്ളത് വാദികൾ മുറിച്ചു കടക്കാൻ ഒരിക്കലും ശ്രമിക്കരുതെന്നും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഔദ്യോഗിക അപ്ഡേറ്റുകൾ നിരന്തരം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഴ ഇന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒമാനിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടാണ് 2 മലയാളികൾ മരിച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് മസ്കത്തിൽ നിന്ന് അലി കൂട്ടായി നൽകിയത്.